Malabar Gold and Diamonds, Ramadan Nilav. Malabar Gold and Diamonds. Celebrate the beauty of life. അസ്സലാമു അലൈക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംസാൻ നിലാവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മനിയന്ത്രണത്തിന്റെ പകലും സമർപ്പണത്തിന്റെ രാവുമാണ് ഓരോ റംസാൻ ദിവസവും. നിതാന്തമായ ദേവബോധവും തഖ്വ അഥവാ ധർമ്മനിഷ്ഠയും ഉള്ളവരാകുവാൻ വേണ്ടിയാണ് റംദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. ഒപ്പം ദയയും ദീനാനുകമ്പയും ഉള്ളവരാകുവാൻ ഈ പുണ്യകാലം ഉദ്ദേശിക്കുന്നു. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് ദയ കാണിക്കും എന്ന പ്രവാചക വാക്യം ഈ അവസരത്തിൽ സമർപ്പിക്കപ്പെടേണ്ടതാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംസാൻ നിലാവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആരാധന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു വരദാനമായി നൽകുമ്പോൾ വിശ്വാസികൾ ആരാധനയിൽ ലയിച്ചിരിക്കുന്ന അവസരമാണ് റമദാൻ കാലം. റമദാൻ കാല ചിന്തകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഹുസൈൻ കക്കാട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംദാൻ ദിലാവിന്റെ ആദ്യത്തെ സെഗ്മെന്റ് റമദാൻ ഇൻസ്പിറേഷൻ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നൽകാൻ വേണ്ടി പ്രസംഗപീഠത്തിൽ കയറി മിമ്പറിൽ പതിവില്ലാതെ ആമീൻ ആമീൻ എന്ന് പറയുന്നത് സഹാബികൾ കേട്ടു. ഖുത്ബയ്ക്ക് ശേഷം അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, പതിവില്ലാതെ താങ്കൾ ഇങ്ങനെ ആമീൻ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥനകൾ നിർവഹിച്ചു, എന്നോടും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആമീൻ പറഞ്ഞതാണ്. ഒന്ന്, മാതാപിതാക്കൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റപ്പെടട്ടെ എന്ന പ്രാർത്ഥന. മറ്റൊന്ന്, പ്രവാചകരെ, താങ്കളുടെ നാമം ഉച്ചരിക്കപ്പെട്ടിട്ട് താങ്കളുടെ പേരിൽ രക്ഷയും സമാധാനവും നേർന്നുകൊണ്ട് സലാത്ത് ചെല്ലാത്തവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അവരകറ്റപ്പെടട്ടെ എന്ന്. മൂന്നാമത് ഒരു പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, മൻ അദ്റക ശഹ്റ റമളാൻ വലം യുഗ്ഫർ ലഹു ഫദഖല അന്നാറ ഫഅബ്അദഹുല്ലാഹ്. വല്ലവൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധ റമളാൻ മാസം അവന് വന്നു കിട്ടിയാൽ ആരോഗ്യത്തോടെ ആശ്വാസത്തോടെ, എന്നിട്ട് വലം യുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ പിന്നെയും ബാക്കിയായാൽ, ഫദഖല അന്നാറ, നരകത്തിൽ അവൻ പ്രവേശിക്കും. അങ്ങനെ ഫഅബ്അദഹുല്ലാഹ്, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുമാറാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഞാനും ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു. അപ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും പ്രവാചക തിരുമേനിയുടെയും പ്രാർത്ഥന ഇന്നും എപ്പോഴും നിലനിൽക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസം സൗകര്യപൂർവ്വം ഒരാൾക്ക് വന്നു കിട്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റിപ്പോയ 100 കൂട്ടം കുറവുകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ അതെല്ലാം പൊറുക്കപ്പെടാൻ ഇത്ര പറ്റിയ ഒരു സന്ദർഭം പരിശുദ്ധ റമളാൻ മാസം വന്നു കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അവന് അതുപോലെ ഒരു അവസരം പിന്നെ ഉണ്ടാവുകയില്ല. അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും അകറ്റപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പുണ്യമാസത്തിൻ്റെ ശ്രേഷ്ഠതയായി ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇത്. നന്മകൾ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന അവസരം. യാ ബാഇയൽ ഖൈരി അഖ്ബിൽ വയാ ബാഇയ ശർരി അഖ്സിർ. പ്രത്യേകമായ മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്.
ഒരു മലക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും, യാ ബാഴി അൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യുന്നവരെ, നന്മയിൽ കൊതിക്കുന്നവരെ, നന്മയിൽ താല്പര്യമുള്ളവരെ, നന്മയിൽ വിശ്വസിക്കുന്നവരെ മുന്നോട്ട് വരൂ. ഇതാണ് നന്മകൾ ചെയ്യാനും അതിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുമുള്ള അവസരം. വയാ ബാഴിയ ശർരി അഖ്സിർ, തിന്മയുടെ ആളുകളോട് പറയുകയാണ്, മതിയാക്കൂ, നിർത്തൂ, മതിയാക്കൂ എന്ന്. ലേശമെങ്കിലും ഈ സത്യത്തിൽ വിശ്വസിക്കുകയും നന്മയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇതാ അതിനുള്ള അവസരമാണ്, മുന്നോട്ട് വരൂ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. എപ്പോൾ തിന്മകൾ കുറയുകയും മനുഷ്യൻ തിന്മകളിൽ നിന്ന് അകലുകയും ചെയ്യുന്നുവോ അപ്പോഴാണ് നന്മകൾ അവൻ്റെ ജീവിതത്തിൽ വരിക. കളയും പുല്ലും കാടും പറിച്ചു നീക്കുമ്പോഴാണ് നല്ല ചെടികളും നല്ല തൈകളും അവിടെ വളർന്നു വരാൻ സാധിക്കുക. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഈ കർമ്മം അതിൻ്റേതായ യഥാർത്ഥമായ ഗൗരവത്തിലും ഭാവത്തിലും അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും അനുഷ്ഠിക്കുകയും ചെയ്തവർ അയിന സായിബിൻ, സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. റയ്യാൻ എന്ന പേരുള്ള ഒരു പ്രത്യേകമായ കവാടം അവിടെ നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ളതാണ്. അവർക്കുള്ള അംഗീകാരവും അവരെ സ്വീകരിക്കാനുമുള്ളതാണ്. അയിന സ്വായിമൂൻ, നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇങ്ങനെ എല്ലാ അന്നപാനീയങ്ങൾ മാത്രമല്ല എല്ലാ ദുഷ്ടചിന്തകളെയും തോന്നലുകളെയും പൂതികളെയും ശീലങ്ങളെയും സമ്പ്രദായങ്ങളെയും ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളെയും സ്വാധീനങ്ങളെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും പിടിച്ചു നിൽക്കുകയും അങ്ങനെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചവൻ അവർ സന്തോഷത്തോടുകൂടി ആ കവാടത്തിലൂടെ ശാശ്വതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അവസരമുണ്ടാകുന്നു, ഭാഗ്യമുണ്ടാകുന്നു. അതിനുള്ള സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ മാസം. അതിന് പറ്റിയ കർമ്മമാണ് മറ്റെന്തിനേക്കാളും വൃതാനുഷ്ഠാനം എന്നതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്, പരിശീലിപ്പിക്കുന്നത്. ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് നോമ്പുകാലം വിശുദ്ധിയുടേതെന്നപോലെ സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ കാലമാണ്. ഈത്തപ്പഴം, ജ്യൂസ്, പൊരിപലഹാരം, കഞ്ഞി, പത്തിരി, ബിരിയാണി തുടങ്ങിയ പല സ്വാദിഷ്ടമായ വിഭവങ്ങളും നോമ്പ് തുറക്കലിനായി നമ്മൾ തയ്യാറാക്കും. സ്വാദിഷ്ടമായ നോമ്പ് തുറ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഡിലൈറ്റ്സ്. Presented by Calicut Notebook. Calicut Notebook Restaurant, Dera, Dubai. The fusion experience with a slice of Malabar. Assalamualaikum. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ റംദാൻ നിലാവിലെ റംദാൻ ഡിലൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നുസ്രത്ത് ആണ്. ഹലോ. ഹായ്. ഇന്ന് എന്ത് വിഭവമാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുന്നത്? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് മസാല. സ്പാനിഷ് മസാല. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഡിഷാണ് സ്പാനിഷ് മസാല. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിനുള്ള ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് ഓയിൽ, ഓക്കെ, സ്പാനിഷ് ഓയിൽ, ഗരം മസാല. ഈ സ്പാനിഷ് ഓയിൽ എന്ന് പറയുന്നത് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഓയിൽ, സ്പാനിഷ് ഓയിൽ, ഗരം മസാല, വലിയ ജീരകം, പെരുംജീരകം, പൊട്ടാറ്റോ നമ്മൾ പുഴുങ്ങി സ്മാഷ് ചെയ്ത്, ഓക്കെ, ആൻഡ് കറി ലീവ്സ്, ഗാർലിക്, ബീഫ് പെപ്പറും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് വെച്ച ബ്ലെൻഡ് ചെയ്ത് വെച്ചാണ്. ഇത് കുക്ക് ചെയ്ത ബീഫാണ്. പിന്നെ മുളക് പൊടി, ഇഞ്ചി, ഉള്ളി, തേങ്ങ എന്ന് വെച്ചാൽ ഇതും ചെറുതായി ബ്ലെൻഡ് ചെയ്ത തേങ്ങയാണ്. മഞ്ഞൾപ്പൊടി, സോൾട്ട്, ആൻഡ് മൈദയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന് ഇളക്കി വെച്ച്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തത് പാൻ ഓൺ ചെയ്ത് അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ ചൂടാകുമ്പോൾ കോക്കനട്ട് ഓയിൽ അല്ലേ, എത്ര ടേബിൾ സ്പൂൺ ആയിരിക്കണം? 2 ടേബിൾ സ്പൂൺ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. അതിലേക്ക് നമ്മൾ നന്നായി ചൂടായി വരുമ്പോൾ ഫസ്റ്റ് ഉള്ളി ആഡ് ചെയ്യുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യുക. ഒരു 1.5 ഉള്ളി. അപ്പോൾ ഒരു 1.5 ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1.5 ഉള്ളി ഇട്ടു, അതിലേക്ക് കറി ലീഫ് ഇട്ടു.
ഉള്ളി ഒരു ബ്രൗണിഷ് നിറയാകുമ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. ജിഞ്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ബ്രൗണിഷ് കളർ ആകുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യാം. എത്ര സ്പൂണാണ്? 1 സ്പൂൺ. 1 സ്പൂൺ ഗാർലിക് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ജീരകം ആഡ് ചെയ്യാം. വലിയ ജീരകം 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ആണോ? അത് നന്നായി ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത കോക്കനട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക്കൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് തേങ്ങ ആഡ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബ്ലെൻഡ് ചെയ്ത തേങ്ങ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയ സമയത്ത് അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എത്ര ആഡ് ചെയ്യണം? മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഫ് ഓൾറെഡി മുളക് പൊടിയൊക്കെ ഇട്ട് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഗരം മസാല 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമ്മൾ മസാലയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ആദ്യം ബീഫിൽ സാൾട്ട് ആഡ് ചെയ്തതാണ്, അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മാത്രം മതി. അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മസാല ഏകദേശം തയ്യാറായി. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാണ്. നന്നായിട്ട് ബീഫും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് നന്നായിട്ട് യോജിപ്പിക്കും. അപ്പം അതിലേക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ കറി ലീഫ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ബീഫും കൂടി ഇട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് കറി ലീഫ്സ് ഇടാം. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്താ? ഇനി നമ്മൾ വേറൊരു പാൻ ദോശ ഇടാൻ വേണ്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൈദ, മഞ്ഞൾപ്പൊടി, ഉപ്പ് കളിക്കാൻ കൂട്ടാണിത്. നമ്മളുടെ പാൻ ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത ബാറ്റർ, ഈ മഞ്ഞളും മൈദയും ഉപ്പും വെള്ളവും, അപ്പോൾ അധികം ലൂസ് ആവേണ്ട ആവശ്യമില്ല. അധികം ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററോട് ഉണ്ടാക്കിയ ദോശ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിംഗ് മാറ്റി വെച്ചു. ഓക്കെ, ദോശ റെഡിയായി. ഇതിലേക്ക് ചൂടാറുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ മസാല ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഈ പൊട്ടറ്റോയിൽ. ഉപ്പ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത പൊട്ടറ്റോ അതും കൂടെ ഇതിൻ്റെ മേലെ ഇടുക. എന്നിട്ട് റോൾ ചെയ്യാണ്. മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെക്കുക. ഓക്കെ, നമുക്കിത് റെഡിയായി. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ സ്പാനിഷ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് സ്പാനിഷ് ഓയിൽ വെറും ഒലിവ് ഓയിൽ മാത്രമാണ് വരുന്നത്. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്താൽ മതി. ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ ചൂടായതിന് ശേഷം ഇത് അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്യണം അല്ലേ? മൊരിഞ്ഞിട്ട് വരണോ? മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. നോമ്പ് തുറക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളിൽ ഒരു വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് സ്പാനിഷ് മസാല. അത് ഫ്രൈ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ സ്പാനിഷ് മസാല ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്പാനിഷ് മസാല തയ്യാറായി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെയധികം നന്നായിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. താങ്ക് യു സോ മച്ച്. രുചിയേറും വ്യത്യസ്തമായ സ്പാനിഷ് ഡിലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയിൽ റംസാൻ ഡിലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. ആരാധനകളിൽ നിന്നും വളരെ ഭിന്നമായ സവിശേഷതകൾ നിറഞ്ഞ ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ്. അള്ളാഹുവും അദ്ദേഹത്തിൻ്റെ അടിമയും മാത്രം അറിയുന്ന അതീവ രഹസ്യമായ ആരാധന. ആരാധനകളുടെ പ്രധാന ഭാഗമാണ് ഖുർആൻ പാരായണം.
ആത്മീയമായ ദിശാബോധത്തിൻ്റെ അറിവ് നേടുക എന്നതാണ്. അത്തരം അറിവ് പരിശോധിക്കുന്നതാണ് അടുത്ത സെഗ്മെൻ്റായ ക്വിസിൽ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് റമദാൻ ഇൻ ദുബായ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഇൻ ദുബായിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദുബായിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിലാണ്. ഇന്നത്തെ ചോദ്യം, നമ്മുടെ ഷോൾഡേഴ്സിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓരോ ഏഞ്ചൽസ് ഇരിപ്പുണ്ട്. അവരുടെ പേരെന്താണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. നമ്മുടെ ആദ്യത്തെ ഫാമിലിയെ പരിചയപ്പെടാം. പേര്? നിസ. നാട്ടിലെവിടെയാ? കണ്ണൂർ. പഠിക്കുക എവിടെ? ഏത് സ്കൂളിലാണ്? ന്യൂ ഇന്ത്യ മോഡൽ സ്കൂൾ. ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ലെഫ്റ്റും റൈറ്റിലും ഓരോ മലക്ക് ഇരുന്നിട്ട് നമ്മുടെ നല്ലത് ചെയ്യുന്നതും ചീത്ത ചെയ്യുന്നതുമായ കാര്യങ്ങൾ എഴുതുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അവരെന്തായിട്ട് അറിയപ്പെടുന്നത്? അവരുടെ പേരെന്താണ്? എങ്ങനെയാണ്? പക്ഷെ അതിനല്ലാതെ ഒരൊറ്റ പേരായിട്ട് അറിയപ്പെടത്തില്ലേ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇതേ ചോദ്യമായി നമുക്ക് വേറൊരു ഫാമിലിയെ അന്വേഷിച്ച് പോകാം. അസ്സലാമു അലൈക്കും. പേര്? തൻസീം. പേര്? ഷബ്ല. ഷബ്ല. പേര് പറയില്ലേ? എന്താ പേര്? മാഹിർ. നാട്ടിലെവിടെയാ? കണ്ണൂർ. ഇവിടെ എത്ര നാളായി? 4 years. ജോലി ചെയ്യുക? ഇല്ല, ഹൗസ് വൈഫ്. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ monster.com. monster.com. യെസ്. ജോലി ജോബ് സൈറ്റ്. യെസ് യെസ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇസ്ലാമിൽ പറയത്തില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ 2 മാലാഖമാരിരിപ്പുണ്ട്. അവർ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ മരിക്കുന്നതിൻ്റെ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ അതിലേതാണ് കൂടുതൽ അതനുസരിച്ച് നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നതാണല്ലോ. അപ്പോൾ ഈ 2 മാലാഖമാരെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. നോൺ ആസ് ഇൻ വൺ നെയിം. ആ പേരെന്താണെന്ന് അറിയാം? അറിയില്ല. അപ്പോൾ ദ സെർച്ച് സ്റ്റിൽ കണ്ടിന്യൂസ്. ആ 2 മാലാഖമാരുടെ പേരെന്താണെന്ന് നമുക്ക് വേറൊരു ഫാമിലിയുടെ അടുത്ത് ചോദിച്ചറിയാം. പേര്? സന. സൗദ. കൗശൽ. നാട്ടിലെവിടെയാ? എല്ലാവരും. എത്ര നാളെ ഇവിടെ വന്നിട്ട്? 2 കൊല്ലം. അപ്പോൾ റമദാൻ ഇൻ ദുബായ് എന്ന സെഗ്മെൻറ്റാണ്. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഷോൾഡേഴ്സിൽ 2 മാലാഖമാരിപ്പുണ്ട് അല്ലേ, ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ പേരെന്താണ്? കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആൻസർ. മലബാർ ഗോൾഡൻ ഡയമണ്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആൻഡ് ഹിയർ ഗോസ്. കൺഗ്രാറ്റുലേഷൻസ്. അസ്സലാമു അലൈക്കും. പേര്? തജ്മുൽ പാഷ. സൽമ. ഇൻഷ. അവിടെ ഒരാളുണ്ടോ? പേര്? സദഫ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അബുദാബി ഇന്ത്യൻ സ്കൂൾ. So, in Islam, it is said that we have angels on your right as well as on your left side, yeah? And they write down whatever bad things we do and good things we do, yes. And after, in the day of, when we die, they do that, weighing thing, and which is more, according to that, we'll go either to heaven or to hell, okay? So, what are the name of these 2 angels? It's Mumkin Rakir. Mumkin Rakir, you sure? Yeah. 100%. But it is known as in some... yes. Rakib and Atid. Congratulations, that is the correct answer. And there's a gift for you, which is sponsored by Malabar Golden Diamonds, yeah? Thank you. Thank you so much. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന വൃതാനുഷ്ഠാനം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ആരോഗ്യമാണ്. അതിലൊരു സംശയവുമില്ല. ആരോഗ്യപരമായ ഒരു നോമ്പിനെ പറ്റി നമ്മളോടൊപ്പം പറയുന്നു ഡോക്ടർ സനീഷ് കുമാർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൽ അടുത്തതായി റമദാൻ വെൽനസ്. ബദർ അൽസമ ഹോസ്പിറ്റൽ റമദാൻ വെൽനസ് ബ്രോട്ട് യു ബൈ ബദർ അൽസമ ഹോസ്പിറ്റൽ. Badr Al Sama Group of Hospitals. Modern health care, human care. ഈ റംദാൻ കാലത്ത് നോമ്പ് നോക്കുന്ന ആൾക്കാരിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി അഥവാ വയറിൽ അധികമായി ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് വളരെ അധികം സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനപ്പെട്ട കാരണം നേരത്തെ തന്നെ അസിഡിറ്റി ഉള്ള ആൾക്കാർ
ഇത്രയധികം സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ആവശ്യമായ ഭക്ഷണം നമ്മുടെ വയറ്റിലെത്താതിരിക്കുകയും അങ്ങനെ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് നമ്മുടെ വയറ്റിനകത്ത് ഗ്യാസ് അഥവാ ഒരു ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ചില ആൾക്കാരിലായിട്ട് കാണുന്ന സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ, ഈ നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് വയറിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിലായിട്ട് നെഞ്ചിനും വയറിനും ഇടയ്ക്കുള്ള ഭാഗത്ത്, ഈ ഭാഗത്ത് കാണുന്ന വേദനയാണ്. ചില ആൾക്കാരിൽ ഈ വേദന അവിടെ മാത്രമല്ല, അത് നെഞ്ചിലേക്കും ചിലപ്പോൾ ഈ നമ്മുടെ പുറകുവശത്തേക്കും, നെഞ്ചിൻ്റെ പുറകുവശത്തേക്കും ഒക്കെയായിട്ട് ഈ വേദന കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാർ വയറ് പെട്ടെന്ന് തന്നെ വീർത്ത് വരിക, വയറ് കമ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതായത് വയറിന് ഗ്യാസ് കയറിയിട്ട് വയറ് കുറച്ച് വീർത്ത് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവും അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ അളവിൻ്റെ കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ അസുഖം ഉള്ളവരിൽ ചില മരുന്നുകൾ, പ്രത്യേകിച്ചും വേദന സംഹാരികൾ കഴിച്ചാൽ, ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ രാവിലെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പോ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സിംറ്റംസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാസിൻ്റെ വേദന വയറിൻ്റെ മുകൾ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഒരു കുറച്ച് പ്രായമായ ആൾക്കാർ, 45-ന് മുകളിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വേദനയെല്ലാം തന്നെ ഗ്യാസ് ആണെന്ന് കരുതി സാധാരണഗതിയിൽ അതിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ഡോക്ടറെ കാണുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ അത് ഒരു ആൻറ്റാസിഡ്, അതായത് ഗ്യാസ് മാറ്റാനുള്ള മാലോക്സ് അല്ലെങ്കിൽ ജെലൂസിൽ എന്ന് പറയുന്ന സിറപ്പ് കഴിച്ചാൽ ഉടനെ തന്നെ നല്ലൊരു ഗ്യാസ് പോവുകയും അത്രയും നമുക്കൊരാശ്വാസം ലഭിക്കുകയും ചെയ്യും. പക്ഷേ എന്നിട്ടും വേദന മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയൊക്കെ തന്നെയാണ് ചില ആൾക്കാരിൽ ഹാർട്ടിനുണ്ടാകുന്ന ചില അസുഖങ്ങളുടെ വേദനയും ഉണ്ടാകുന്നത്. അപ്പോൾ വേദന സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഒരു ECG ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഈ അസിഡിറ്റി കൂടിയിട്ട് അൾസർ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ നോമ്പ് സമയത്ത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അവരുടെ മരുന്നിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, പിന്നെ പുകവലിക്കുന്നവർ, ഒരു പ്രത്യേക കാര്യം പുകവലിക്കുന്നവർ, അവർ നോമ്പുകാലം ഒരു നല്ല അവസരമായിട്ടെടുത്ത് പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പുകവലിക്കുന്നത് കൊണ്ട് തന്നെ അത് അസിഡിറ്റി, ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് കൂട്ടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അസിഡിറ്റിയുടെയും ഗ്യാസ് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.